ഇത് സത്യവിരുദ്ധമായ കാര്യമാണ്. ഒന്ന്, അവിടെ വെച്ച് ബിബിൻ പറഞ്ഞ വാക്ക് വിപിൻ ലംഘിച്ചിരിക്കുകയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ഇന്നലെ താരസംഘടന അമ്മയും ഫെഫ്കയും കൂടി ഉണ്ണിമൂന്നിൻ്റെ വിപിൻ്റെ വിഷയത്തിൽ ഒരു ധാരണയിലെത്തുകയും ചർച്ച നടത്തുകയും പിന്നീട് വി ഉണ്ണികൃഷ്ണൻ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പുറത്ത് പറയുകയും ചെയ്തിരുന്നു. അവിടെ ഉണ്ടായ ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ ഇപ്പോൾ വിപിൻ ലംഘിച്ചു എന്നാണ് താരസംഘടന അമ്മയും ഫെഫ്കയും പറയുന്നത്. ഇന്നലെ വി ഉണ്ണികൃഷ്ണൻ മാത്രമാണ് മാധ്യമങ്ങൾ കണ്ടത്. അവിടെ നടന്ന സംഭവങ്ങൾ അതേപടി വിശദീകരിച്ചു. പിന്നെ ഇപ്പോൾ ഒരു സംഭവം നടന്നു. വിപിൻ മാധ്യമങ്ങളിൽ ഒരു ചാനൽ കയറിയിരുന്നു, അദ്ദേഹം ബൈറ്റ് കൊടുത്തിരിക്കുന്നു. അതാണ് കരാർ ലംഘനം എന്നിപ്പോൾ പറയുന്നത്. എന്താണ് വാസ്തവം? ഇത് ഇന്നലെ ഹൈദരാബാദ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഇവർ തങ്ങളിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി കമ്മിറ്റി വെക്കുന്നു. ഫെഫ്കയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ചേട്ടനും സോഹൻ സീനുലാലും വരുന്നു. അപ്പുറത്ത് നമ്മുടെ അമ്മയിൽ നിന്ന് ഞാനുണ്ട്, ബാബുരാജുണ്ട്, ജോമോളുണ്ട്, അനന്യയുണ്ട്, പിന്നെ ഉണ്ണിയും നമ്മുടെ ബിബിനും ഉണ്ട്. ഒപ്പം ഡയറക്ടറായ വിഷ്ണുമോഹനെ ഇടയ്ക്ക് വെച്ച് വിളിച്ചു വരുത്തേണ്ടി വന്നു. ഇത് അവർ 3 പേരും, കാരണം ഉണ്ണിയും നമ്മുടെ ബിബിനും വിഷ്ണു മോഹനും ഇവർ വളരെ അടുത്ത തിക് ഫ്രണ്ട്സ്. കാരണം ഉണ്ണിയുടെ പ്രൊമോഷണൽ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നാണ് ബിബിൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം PRO മാനേജർ എന്നുള്ള തസ്തികയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന സിനിമയുടെ ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നു എന്നൊക്കെ ഇന്നലെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച വന്നപ്പം കൃത്യമായിട്ട് നമ്മൾ ധാരണയിലെത്തുന്നു. ഈ ചർച്ച കഴിഞ്ഞ് ഇറങ്ങുന്നു. ഇവിടെ ആരും നമുക്ക് ക്ഷമ പറയേണ്ട ആവശ്യമില്ല. ഉണ്ണി ആരോടും ക്ഷമ പറഞ്ഞിട്ടില്ല. ഉണ്ണി തെറ്റുകാരനാന്ന് വരുത്തി തീർക്കുകയോ ക്ഷമ പറഞ്ഞു അവിടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ ഉണ്ണിയേട്ടൻ സീനിയർ മെമ്പർ. അപ്പോൾ ഉണ്ണിയേട്ടൻ പറയുന്നു, ഞാൻ മാധ്യമങ്ങളോട് സംസാരിച്ചോളാം, പക്ഷേ അമ്മയുടെ ഒരു പ്രതിനിധി എന്നോണം ഞാൻ കൂടെ നിൽപ്പുണ്ട്. ഉണ്ണിയേട്ടൻ എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്നു. ഈ 2 പേരോടും, ബിബിനോടും ഉണ്ണി മൂന്നനോടും ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോവാണെന്ന് ധരിപ്പിച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പത്രമാധ്യമങ്ങളെ കാണുന്നത്. അവിടെ വെച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ്. എല്ലാ ചാനലുകളിലും വളരെ ഹാപ്പി ആയിട്ട് അവർ തമ്മിലുള്ള വിഷയം പറഞ്ഞു തീർത്തു എന്ന് പറയുന്നു. ഞങ്ങളും പോരുന്നു. ഞാനിപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് പറയുന്നത് 24-ൽ ഇന്നലെ രാത്രി അദ്ദേഹം കയറിയിട്ട് ഉണ്ണി മുഴുവൻ തെറ്റുകാരനാണെന്ന് അവിടെ കണ്ടുപിടിച്ചു, ഉണ്ണി മാപ്പ് പറഞ്ഞു. ഇത് സത്യവിരുദ്ധമായ കാര്യമാണ്. ഒന്ന്, അവിടെ വെച്ച് ബിബിൻ പറഞ്ഞ വാക്ക് വിപിൻ ലംഘിച്ചിരിക്കുകയാണ്. കാരണം വിപിനോട് ചാനലുകാരുടെ വിപിനും കാണരുത്, ഉണ്ണിയും കാണരുത് നമ്മൾ പ്രത്യേകം പറഞ്ഞ. പക്ഷെ ഉണ്ണി ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ണി മര്യാദ പാലിച്ചു, ഉണ്ണി ആ വാക്ക് പാലിച്ചു. പക്ഷെ ബിബിൻ പോയി ചാനലിനെ കണ്ടത് തെറ്റായ കാര്യമാണ്. പിന്നെ തെറ്റായ കാര്യം പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ല. കാരണം അവിടെ ഇടി നടന്നോ ഇല്ലയോ എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കേണ്ട കാര്യം. അത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എക്സ്ട്രാ എൻക്വയറി സംഭവങ്ങളൊന്നുമില്ല. ആകപ്പാടുണ്ടായി ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ, ഈ എന്ത് ഇടി നടന്നാലും ഇല്ലെങ്കിലും ആ തർക്കത്തിലോട്ട് എത്തിപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതിന് കൃത്യമായി നമ്മൾ ഇടപെട്ടിട്ട് ഇവരുടെ ഒരു ഇൻറ്റിമസിയുടെ പുറത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അതിനകത്ത് ഉണ്ണി മുകുന്ദൻ ഒരു നടനെക്കുറിച്ചോ ഒരു നടിയെക്കുറിച്ചോ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഉണ്ണി മുകുന്ദൻ ആരെക്കുറിച്ചിട്ടും മോശമായിട്ടൊന്നും സംസാരിച്ചില്ല. അവരുടെ ഫ്രണ്ട്സിനിടയിലുണ്ടായൊരു വിഷയമാണ്, അല്ലെങ്കിൽ അവർ 3 പേരും തമ്മിൽ, അല്ലെങ്കിൽ അവർ 2 പേരും തമ്മിലുള്ള വിഷയമാണ്. അത് കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് ഫെഫ്കയും അമ്മയും ഒരു ധാരണയിൽ എത്തിയതിൻ്റെ പുറത്താണ്, അവരോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് ബി ഉണ്ണികൃഷ്ണൻ ചേട്ടൻ സംസാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ ബിബിൻ കയറിയിട്ട് ഈ ചാനലിൽ വന്നിട്ട് ഉണ്ണി മാപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ ഉണ്ണി തെറ്റുകാരനാണെന്ന് എല്ലാവർക്കും തെളിഞ്ഞു. അതൊക്കെ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ്. അതിനൊന്നും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. അല്ല, അവിടെ പറഞ്ഞതിൽ 2 കാര്യം. ഉണ്ണി തെറ്റുകാരനെന്ന് പറയാനുള്ള സാഹചര്യം കൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ട. അന്ന് ഉണ്ണി മുകുന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ അതല്ല എന്ന് ബി ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് കറക്റ്റാണ്. ബി ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞത് 2 പേരോടും ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അതിനുശേഷമാണ് ഞാൻ ഒറ്റ വാക്കി പറയുന്നത് എന്താ വെച്ചാൽ, ബി ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഇന്നലെ ചാനലിൽ കൂടെ സംസാരിച്ചത് ഇവർ 2 പേരോടും സംസാരിച്ചതിന് ശേഷമാണ്. ഇവർക്ക് 2 പേർക്കും അറിയാവുന്ന മാറ്ററാണ്. സത്യവും അത് തന്നെയാണ്. പിന്നെ അതിനെ വേറൊരു മാനത്തിലോട്ട് വളച്ചൊടിച്ച് പറഞ്ഞാൽ നമുക്കതിനെ പിന്താങ്ങാൻ അമ്മയ്ക്കും പറ്റില്ല, ഫെഫ്കയ്ക്കും പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഫെഫ്കയും എന്നോട് പറഞ്ഞു, ഞാൻ അവരോടും കൂടെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ കാരണം ഞാനും മര്യാദ പാലിക്കണമല്ലോ. ഞാൻ ബി ഉണ്ണികൃഷ്ണൻ സാറുമായിട്ട് സംസാരിച്ചു, ഉണ്ണിയേട്ടാ ഞാൻ ചാനലിൽ സംസാരിക്കണം. കാരണം അമ്മയുടെ ഒരു അംഗത്തെക്കുറിച്ച് ഒരു കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല, നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചാനലിൽ കയറുകയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, സത്യമായിട്ടും പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞത് ഞങ്ങൾ സാക്ഷികളാണല്ലോ, ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഇവരോട് സംസാരിച്ചിട്ട് ഉണ്ണിയേട്ടൻ ഈ സാധനം ചാനലിൽ പറയുന്നത്. ഞാൻ മിണ്ടാതെ കൂടെ നിൽക്കുന്നുണ്ട്. നമുക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലോ നമ്മൾ സംസാരിക്കാത്തത്. നമ്മൾ ആ മര്യാദ പാലിച്ചിട്ടാണ് നമ്മൾ കൂടെ വെറുതെ നിന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ല. കാരണം അമ്മയുടെ ഒരു പ്രതിനിധി വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അനങ്ങാതെ നിന്നത്. അപ്പം അങ്ങനെ നമ്മൾ പോലും ഇതിൻ്റെ ഒരു മര്യാദ പാലിക്കുമ്പോൾ
വിപിൻ അത് പാലിക്കാതെ വരുമ്പോൾ അതിനെ അനുകൂലിക്കാൻ അല്ലെങ്കിൽ അത് ശരിയെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. 100% സാധിക്കില്ല. അവിടെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്, അക്കമിട്ട് 3 അത് കാര്യമാണ്. എല്ലാവരും ഒരു കേട്ടതാണ്. നടിയുടെ പരാതി വിപിനെതിരെ ഇല്ല, അമ്മയിലും ഇല്ല, ഇതില്ല. അത് ഉണ്ണിക്കെതിരെ ഇല്ല, ഉണ്ണിയുടെ അവിടെ പരാതിയിൽ വന്നില്ല, അല്ല. അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മാനേജറാണ്, മാർക്കറ്റിംഗ് മാനേജറാണെന്ന് അത് അതിന് തെളിയിക്കുന്നു. ഉണ്ണി ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആളല്ല, അങ്ങനെ വ്യക്തമാകുന്നു. പ്രൊഡ്യൂസേഴ്സ് ആണ് കൊടുക്കുന്നത്. ഉണ്ണി 1 രൂപ പോലും ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടില്ല. വ്യക്തമാകുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ചികിത്സയുടെ അങ്ങനെ പൈസയുടെ അതിനൊരു ട്രാൻസാക്ഷൻ അത് കാണുന്നില്ല. നമ്മള് അത് ഇന്നലെ ചർച്ചയിൽ അത് വന്ന് അത് ഞാൻ ചോദിക്കണത് അത് കൃത്യമായിട്ട് തന്നെ ഉണ്ണികൃഷ്ണൻ സാർ പറയുന്നു. ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞതിൽ എല്ലാവർക്കും എല്ലാം അണ്ടർസ്റ്റുഡ് ആണ്, ഒരു അത് മാറ്റമില്ല. ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞ കാര്യമല്ലേ. പക്ഷെ ഇത് വെറുതെ വന്നിട്ട് മാപ്പ് പറഞ്ഞു. അത് പറഞ്ഞത് ലംഘനമാണ്. അവിടെ ഒരു തീരുമാനം തെറ്റുകാരനാണെന്ന് ആര് കണ്ടുപിടിച്ചു എന്ന് സംഘടന പറഞ്ഞത്? തീരുമാനമെടുത്തിരുന്നു, ആ തീരുമാനം ലംഘിച്ചിരിക്കുന്നു വിപിൻ. അതുകൊണ്ട് തന്നെ 2 സംഘടനകൾ തമ്മിലുള്ള വിള്ളൽ ഉണ്ടാകുന്ന നിലയിലേക്ക് പോകുന്നു. അങ്ങനെയല്ല, സംഘടനകൾ ഒന്നിച്ച് തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ഫെഫ്കയും പത്രക്കുറിപ്പ് ഇറക്കാൻ പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാര്യം ഞങ്ങൾ ഫെഫ്കയുമായിട്ട് ബന്ധപ്പെട്ടു. ഫെഫ്ക ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അവർ പത്രക്കുറിപ്പ് ഇറക്കാൻ പോവാണ്. ഞാൻ സോഹൻ ഭായിയായിട്ട് സംസാരിച്ചു, ഉണ്ണിയേട്ടനുമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് അവിടെ നടന്ന ചർച്ചകളുടെ കുറിച്ച് പറയാൻ ഉള്ള ആള് നമ്മൾ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടൻ പറഞ്ഞതാണ് സത്യമായിട്ടുള്ള കാര്യം. അതിനപ്പുറത്തോട്ട് ബിപിൻ പറയുന്നത് ഒരിക്കലും സത്യമായി ഒരു മാപ്പ് അപേക്ഷ നടത്തിയിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതാണ് കൃത്യം. എന്തായാലും അവിടെ ചർച്ചകൾ നടന്നു, അത് സൗഹൃദമായിട്ട് തീർത്തു. ഇനി അവര് കൈകൊടുത്താണ് പിരിഞ്ഞത്. എന്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഷെയ്ഖാന്റെ കൊടുത്തിട്ട് പിരിഞ്ഞു പോകും. മാധ്യമങ്ങൾ മുമ്പിൽ പറയരുത് എന്ന് പറഞ്ഞിരുന്നു, അത് ലംഘിച്ചിരിക്കുന്നു ബിപിൻ. അതുകൊണ്ട് സംഘടനകൾ വലിയ രീതിയിൽ അതിനെ എതിർക്കുകയും ബിപിൻ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല, ഞങ്ങൾ അതിനെ പിന്താങ്ങുന്നുമില്ല. അത് നടന്നിട്ടില്ലാത്ത കാര്യം. ഓക്കെ, താങ്ക് യു.